മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കൊല്ലണം എന്നുള്ള കരുണയുടെയും അച്ഛന്റെയും മുത്തശ്ശിയുടെയും അത്യാർത്ഥിക്കുള്ള നല്ല തിരിച്ചടി തന്നെ ഇന്ന് കിട്ടുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. എന്തായാലും മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ ആ ഒരു കള്ളസ്വാമി തിരികെ വരുമ്പോൾ തന്നെ അയാൾക്കുള്ള നല്ല പണി ആ കുഞ്ഞ് തന്നെ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സിദ്ധയായ അമ്മ നേരത്തെ തന്നെ മാർക്കോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ആരും ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അവർക്കുള്ള തിരിച്ചടി ആ കുഞ്ഞ് തന്നെ കൊടുത്തോളും, കുഞ്ഞിനെ രക്ഷിക്കാൻ നമ്മളാരും നോക്കണ്ടെന്ന്. അങ്ങനെ ആ കള്ളസ്വാമിയാണെങ്കിൽ കണ്ണൊന്നും അറിയാതെ കുളത്തിൽ വന്ന് വീഴുന്നുണ്ട്. പിന്നീട് കള്ളസ്വാമിക്ക് നീന്തി രക്ഷപ്പെടാനൊന്നും പറ്റണില്ല. ഇതേ സമയം നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ കുഞ്ഞിൻ്റെ മരണവാർത്ത ഇപ്പോൾ കേൾക്കുമെന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനിയെ കണ്ടതും പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, അതെ അവൾ വന്നു തുടങ്ങിയിടാ, കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് കരയാനുള്ളതല്ലേ, ഇപ്പം അവൾ വലിയ സന്തോഷത്തിലാണ് വന്നേന്ന് പറയുമ്പം ഈ മോഹിനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ രണ്ടുപേരും കൂടി ഇവിടെ വലിയ ഗൂഢാലോചന നടത്തുവാണെന്ന് ചോദിക്കുമ്പം എന്ത് ഗൂഢാലോചനയാടി മോഹിനി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുമ്പം അല്ല നിങ്ങൾക്ക് മറ്റുള്ളവരെ കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമല്ലേ എപ്പോഴും, അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളൂ. ഇനിയിപ്പോൾ കണ്ണനെയും ലക്ഷ്മി മോളെയും അവരുടെ കുഞ്ഞിനെയൊക്കെ കൊല്ലാനുള്ള പ്ലാൻ നിങ്ങൾ ഒരുക്കുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ എന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അതെന്താടി മോഹിനി നീ അങ്ങനെ പറഞ്ഞാൽ, കുഞ്ഞിന് വലിയ കുഴപ്പവും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പം നിലവിൽ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, അമ്മയുടെ ചോദ്യം കേട്ടിട്ട് കുഞ്ഞിന് എന്തോ കുഴപ്പം വരാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെന്ന് തോന്നണമല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തിനാണ് ഈ ആ കുഞ്ഞു കൊച്ചിനോട് ദ്രോഹം കാണിക്കണേ, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളതൊക്കെ നിർത്തിയാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം, ഇല്ലെങ്കിൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും എന്നും പറഞ്ഞ് മോഹിനി അങ്ങോട്ട് പോകുന്നുണ്ട്. മോഹിനി പോയി കഴിഞ്ഞതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, എടാ പ്രതാപ നീ ആ ഗുണ്ടയ്ക്കൊന്ന് വിളിച്ചു നോക്കിയടാന്ന് പറഞ്ഞതും പ്രതാപൻ ഫോൺ എടുത്ത് ഗുണ്ടയ്ക്ക് വിളിക്കുന്നുണ്ട്. അന്നേരം അയാൾ ഫോൺ എടുത്തിട്ട് സ്വാമി പോയിട്ട് ഒരു വിവരമില്ല സാറേ, എന്തായാലും അധികം വൈകാതെ സ്വാമി തിരിച്ചു വരുമായിരിക്കും, അവിടെ പോയി കാര്യങ്ങളൊക്കെ നടത്തി കാണുമെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇന്നെങ്കിലും നല്ലൊരു സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റുമോടാ. അപ്പോൾ സാറേ ഇന്ന് എന്തായാലും സ്വാമി കാര്യം നടത്തിയിട്ടേ വരുള്ളൂ, അന്നാ ഭസ്മം ഫലിച്ചില്ല, പക്ഷേ ഇന്ന് സ്വാമി കൊണ്ടുപോയിരിക്കുന്നത് പനിനീര, ആ പനിനീരയിൽ ഉഗ്രവിഷം ചേർത്താൽ കൊണ്ടുപോയേക്കണേ, അതാ കുഞ്ഞിൻ്റെ ശരീരത്തിലോ വയറ്റിലോ എത്തിക്കഴിഞ്ഞാൽ ആ കുഞ്ഞ് പിന്നെ അധിക സമയമൊന്നും ജീവിച്ചിരിക്കൂല, ഇന്ന് നമുക്ക് പ്രതീക്ഷയ്ക്ക് ഭാഗ്യമുണ്ട് സാറേന്ന്. എന്നിട്ട് ആ കള്ളസ്വാമി എവിടെ ഇടാവാൻ വന്നില്ല ഇതുവരെ എന്ന് ചോദിക്കുമ്പം സ്വാമി ഇതുവരെ എത്തിയിട്ടില്ല, എന്തായാലും കാര്യം നടന്നു കഴിഞ്ഞാൽ സ്വാമി നേരെ പോണത് ബാർബർ ഷോപ്പിലേക്കാണ്, അവിടെ പോയി താടി മുടിയൊക്കെ വടിച്ച് വേഗം തമിഴ്നാട്ടിന് വിടുക ചെയ്യണേ, പിന്നീട് അവിടെയൊക്കെ പോയി കറങ്ങി നടന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരാറുള്ളൂ. അന്നേരം ഈ പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അയാൾ കാര്യം നടത്തിയിട്ട് അങ്ങനെ പോയി കാണുമെന്ന് ചോദിക്കുമ്പം പറയാൻ പറ്റില്ല സാറേ, എന്തായാലും സ്വാമി കാര്യം നടത്തി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നിൽക്കാറില്ല, എന്നെ ഫോൺ ചെയ്യാറുമില്ല എന്ന് പറയുമ്പം ഈ പ്രതാപം പറയുന്നുണ്ട്, എന്നാൽ സ്വാമി കാര്യം നടത്തിയിട്ട് തമിഴ്നാട്ടിന് പോയി കാണുമെന്ന്. ശരിയായിരിക്കും സാറേ, അല്ലെങ്കിൽ അയാൾ എന്നെ വിളിക്കേണ്ട സമയമായി എന്ന്. പിന്നീട് ഫോൺ വെച്ചിട്ട് പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മയെ കാര്യം നടന്നു എന്നാണ് തോന്നണേ, അയാൾ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് ആ ഗുണ്ട പറഞ്ഞതെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നേരാണോടാ, ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മളിങ്ങനെ കൊതിച്ച് സന്തോഷിച്ചതാണ്, അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞിനെ നമ്മൾ സന്തോഷിപ്പിച്ചു, അവസാനം നമ്മുടെ മോള് കണ്ണീരുമായിട്ടാണ് നമ്മളുടെ മുന്നിലേക്ക് വന്നേക്കണേ, ഇതും അതുപോലെ തന്നെ ആവുമെന്ന് ചോദിക്കുമ്പം ഈ പ്രതാപൻ പറയുന്നുണ്ട്, ഇല്ല അമ്മേ ഇതൊരിക്കലും അങ്ങനെ ആവില്ല, അവൻ പറഞ്ഞത് ആ കള്ളസ്വാമി ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന്, അയാളപ്പോൾ തമിഴ്നാട്ടിന് തന്നെ പോയി കാണുമെന്ന്. ഇതേ സമയം നമ്മളുടെ കരുണയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഈ പ്രതാപൻ സ്വാമിയെ വീണ്ടും വിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇപ്പം തന്നെ കുഞ്ഞ് മരിച്ചു കാണുമെന്നുള്ള സന്തോഷത്തിലിരിക്കുമ്പം പ്രതാപൻ്റെ അമ്മ കരുണയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. കരുണ ഫോൺ എടുത്തതും എന്തായി മുത്തശ്ശി കാര്യങ്ങൾ നടന്നു എന്ന് ചോദിക്കുമ്പം ഒന്നും അറിയില്ല മോളെ, അയാളിന്ന് പോയിട്ടുണ്ടായിരുന്നു, കാര്യം നടന്നു എന്നാണ് തോന്നണേ, അയാൾ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് മുത്തശ്ശിക്ക് മനസ്സിലായേ, മഹാലക്ഷ്മിയുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചതായിട്ട് ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ എന്ന് പറയുമ്പം മോള് തഞ്ചത്തിലൊന്ന് ആ ദുർഗയോട് ചോദിച്ചു നോക്കിക്കേ ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോയെന്ന്, ഇനിയിപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത മാർഗം നോക്കാമെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, മുത്തശ്ശിയും അച്ഛനും എന്തൊക്കെയാണ് ഈ പറയണത്, എത്ര പ്രാവശ്യമായി എന്നെ ഇങ്ങനെ കൊതിപ്പിക്കണു, ഈ ഓണത്തിനെങ്കിലും എനിക്ക് സന്തോഷിക്കാനുള്ള വക ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഒന്നും അറിയില്ല മോളെ, ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, മോളൊന്ന് അന്വേഷിച്ച് നോക്കുന്ന. അങ്ങനെ കരുണയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. താഴെ വരുമ്പം ദുർഗ അടുക്കളയിൽ കണ്ണന് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ കരുണയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇനി അധിക ദിവസമൊന്നും ഇവിടെ ഈ സന്തോഷം ഉണ്ടാവില്ല, ഇന്ന് തന്നെ ചിലപ്പോൾ സന്തോഷം നഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദുർഗയുടെ അടുത്തേക്ക് എന്നിട്ട് കരുണ പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ ലക്ഷ്മിയുടെ കുഞ്ഞിനെ കാണാൻ പോയിരുന്നു, എന്ത് നല്ല കുഞ്ഞാമ്മയെന്ന് ചോദിക്കുമ്പം എന്തേടി നീ ആ കുഞ്ഞിനെ കണ്ടിട്ട് അതിനെ കൊല്ലാനാണോ പോയെന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ എൻ്റെ സ്വഭാവമൊക്കെ മാറി, ഇപ്പം ഞാൻ നന്നായി എന്ന് പറയുമ്പോൾ ഉവ്വ നീ നന്നാവും, നിൻ്റെ അച്ഛനും മുത്തശ്ശിയല്ലേ നിന്നെ വളർത്തിയതും ഈ രൂപത്തിലാക്കിയതും, അതുകൊണ്ട് നിൻ്റെ സ്വഭാവം മാറുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല, നിൻ്റെ അമ്മയെ വളർത്തിയെങ്കിൽ നീ നല്ല രീതിയിൽ വന്നേനായിരുന്നു എന്ന് പറയണു. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാൻ ശരിക്കും മാറി, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ലക്ഷ്മീനെയും കുഞ്ഞിനെയും കാണാൻ പോയത്,
അമ്മ ഇന്ന് ലക്ഷ്മിക്ക് വിളിച്ചായിരുന്നു, അവിടെ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചിരുന്നു, അവിടെ ഒരു വിശേഷവുമില്ല, ലക്ഷ്മിയും കുഞ്ഞും സുഖമായിട്ടിരിക്കണമെന്ന്. അത് കേട്ടതും കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. കാരണം മുത്തശ്ശി പറഞ്ഞത് കുഞ്ഞിന്ന് മരിച്ചു കാണുമെന്നല്ലേ. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താടി അങ്ങനെ ചോദിക്കണേ, കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവാനാണോ നീ അവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അല്ലമ്മേ ഞാൻ വെറുതെ ചോദിച്ചതാ, കുഞ്ഞുങ്ങളല്ലേ, ചില കുഞ്ഞുങ്ങൾ എപ്പോഴും കരച്ചിലും പ്രശ്നമൊക്കെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഈ കുഞ്ഞിന് അങ്ങനെ സാധാരണ കുഞ്ഞുങ്ങളെ പോലെയുള്ള കരച്ചിലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, ആ കുഞ്ഞിനൊരു പ്രത്യേക ദൈവിക ചൈതന്യം ഉണ്ടെന്ന്. അത് കേട്ടതും കരുണയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനന്തുവിൻ്റെ വീടാണ്. അനന്തുവിൻ്റെ വീട്ടിൽ അനന്ത് വന്നതും മഹാലക്ഷ്മി ലേഹയും ആ ഒരു സ്വാമി വന്ന കാര്യം പറയുന്നുണ്ട്. അന്നേരം അനന്ത് പറയുന്നുണ്ട്, എന്തായാലും മോള് ഭാഗ്യം ചെയ്ത മോളാ, അതുകൊണ്ട് മോളെ ആർക്കും ഉപദ്രവിക്കാനൊന്നും പറ്റൂല, അത് ആ സ്വാമി പറഞ്ഞു അനന്തുവേട്ട. പിന്നെ സ്വാമി വേറൊരു കാര്യം കൂടി പറഞ്ഞു, എനിക്കും ഒരമ്മയാകാനുള്ള യോഗം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം അനന്ത് പറയുന്നുണ്ട്, ലേഹെ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ സംഭവിക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് സത്യമായിരിക്കും ലേഹെ, എന്തായാലും ആ സ്വാമിയെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ആ ദിവ്യയായ അമ്മ തന്നെ, അതുകൊണ്ട് തന്നെ ആ സ്വാമി നല്ല ദിവ്യനെ ആയിരിക്കും. ആ അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ലേഹയ്ക്ക് സന്തോഷിക്കാം, ലേഹയോട് ആ സ്വാമി പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും സംഭവിക്കുമെന്ന്. അത് കേട്ടതും ലേഹ പറയുന്നുണ്ട്, അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ കൊട്ടേഷൻ ഏൽപ്പിച്ച ആ ഒരു ഗുണ്ട വിളിക്കുകയാണ്. ഫോൺ എടുത്തതും എന്താ എടാ കുഞ്ഞ് തീർന്നോ എന്ന് ചോദിക്കുമ്പം ആ ഗുണ്ട പറയുന്നുണ്ട്, ഇല്ല സാറേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാടാന്ന് ചോദിക്കുമ്പം ആ സ്വാമി ഇല്ലേ, ആ സ്വാമി ഇപ്പം ആസ്പത്രിയിൽ അഡ്മിറ്റാന്ന് പറയണു. അന്നേരം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അയാൾ എന്തിനാ ആസ്പത്രിയിൽ പോയി കിടക്കണേന്ന് ചോദിക്കുമ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല, ഞാനിപ്പോൾ ആസ്പത്രിയിലാണ്, എന്നെ കുറച്ച് പേര് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്, എന്ത് സംഭവിച്ചതാണെന്നറിയില്ല, സ്വാമിയുടെ കണ്ണിൻ്റെ കാഴ്ച പോയെന്ന്. അത് കേട്ടതും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാടാ പെട്ടെന്ന് അയാളുടെ കണ്ണിൻ്റെ കാഴ്ച പോയെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, ഇവിടെ ആസ്പത്രിയിൽ കൊണ്ടുവന്നവർ പറഞ്ഞത് അവർ കാണുമ്പം ഈ സ്വാമി വെള്ളത്തിൽ മുങ്ങി ചാവാൻ പോവായിരുന്നു, വേഗം അവർ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാ, എന്നിട്ടിപ്പോൾ അയാൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്വാമിയുടെ 2 കണ്ണിൻ്റെയും കാഴ്ച പോയിരുന്നു. അത് കേട്ടതും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നീ ഈ പറയണേ, കണ്ണിൻ്റെ കാഴ്ച അങ്ങനെ പോണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല സാറേ, എന്തായാലും ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് 2 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം ഓരോരോ ദുരന്തങ്ങളാണ് നമുക്ക് സംഭവിക്കണം, അതുകൊണ്ട് ഇനി ആ കുഞ്ഞിനെ കൊല്ലണ കാര്യവും പറഞ്ഞ് സാറെന്നെ വിളിക്കണ്ടാന്ന്. അങ്ങനെ പ്രതാപൻ ഫോൺ വെച്ചതും ഈ പ്രതാപൻ്റെ അമ്മയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ കുഞ്ഞും സാത്താൻ്റെ സന്തതി തന്നെയായിരിക്കുമോടാ, ആ മഹാലക്ഷ്മിയെ നമ്മൾ എത്ര പ്രാവശ്യം കൊല്ലാൻ നോക്കി, അന്നൊക്കെ നമുക്ക് തന്നെയാണ് തിരിച്ചടി കിട്ടിയത്, ഇപ്പോൾ ആ കുഞ്ഞും അതുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നണേന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, എന്ത് കുഞ്ഞായാലും വേണ്ടില്ല അമ്മേ, അതിനെ നമ്മൾ കൊല്ലും, ഇല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞിൻ്റെ കണ്ണീര് നമ്മൾ കാണേണ്ടി വരും, ഈ തിരുവോണത്തിനെങ്കിലും നമ്മളുടെ കുഞ്ഞിന് സന്തോഷിക്കാനുള്ളൊരു വക നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മളുടെ മോള് പറഞ്ഞതുപോലെ അവൾ വലിയ ആത്മഹത്യയും ചെയ്യുമെന്ന്. അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കരുണ വീണ്ടും പ്രതാപൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പ്രതാപൻ ഫോൺ എടുത്തതും എന്താ മോളേന്ന് ചോദിക്കുമ്പം അച്ഛനല്ലേ പറഞ്ഞത് ഇന്നത്തോടുകൂടി ആ കുഞ്ഞിൻ്റെ കഥ കഴിയുമെന്ന്, ആ കുഞ്ഞിനൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അത് തന്നെ മോളെ എനിക്ക് മനസ്സിലാവാത്തത്, ഇന്നും ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ആ കള്ളസ്വാമി പോയായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ കള്ളസ്വാമി കണ്ണിന് കാഴ്ചയില്ലാതെ ആസ്പത്രിയിൽ കിടക്കുകയാണ്. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, അച്ഛൻ ഇതുപോലെയുള്ള ആളുകളെയൊക്കെയാണോ കിട്ടുള്ളൂ, എന്തായാലും ഈ ഓണത്തിനെങ്കിലും എനിക്ക് സന്തോഷിക്കാൻ ഒരു വക അച്ഛനായിട്ട് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞാൻ തന്നെ അവളെയും അവളുടെ കുഞ്ഞിനെയൊക്കെ കൊല്ലും, എന്നിട്ട് ഞാൻ ജയിലിലോട്ടും പോകും. ഓണത്തിൻ്റെ അന്ന് അവളെയും കുഞ്ഞിനെയും കൊണ്ട് ആ കണ്ണനും ഇങ്ങോട്ട് വരും, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള മനഃശക്തി എനിക്കില്ല, അതുകൊണ്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, മോള് പേടിക്കണ്ട, തിരുവോണം ആകുമ്പോഴത്തേക്കും മോൾക്ക് സന്തോഷിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കി തരാം, അതിനുവേണ്ടി ഞാൻ വേറെ ആരെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നോക്കട്ടെ എന്ന്. അന്നേരം കരുണ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പം അവിടെ പുതിയതായിട്ട് ജോലിക്ക് ഒരാൾ വന്നിട്ടുണ്ട്, ഒരു പ്രായമായ സ്ത്രീയാണ്, അവരെയും കൊണ്ട് നമുക്ക് കാര്യം നടത്തിയാലോ എന്ന് ചോദിക്കുമ്പം അതെങ്ങനെയാണ് മോളെ, നമുക്ക് അവരെ പോയി കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം അച്ഛനൊരു കാര്യം ചെയ്യ്, അവരുടെ വീടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവരെ തന്നെ ആ കൃത്യം ഏൽപ്പിക്ക്, കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്തോളൂ എന്ന്. അങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ മോളെ, അവരാരാന്നും അവരെത്രക്കാരിയാണെന്നും അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതുപോലെ കാര്യങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞ് പ്രതാപൻ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് ഈ പ്രതാപനാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിൽ കണ്ണം പുതിയതായിട്ട് വേലയ്ക്ക് കൊടുന്ന ആ ഒരു സ്ത്രീയുടെ മകനെ തേടി പിടിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ അയാളെ അന്വേഷിച്ച് ചെന്നതും അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ സാറേ സാറെന്തിനാ എന്നെ അന്വേഷിച്ച് വന്നതെന്ന് ചോദിക്കുമ്പം എനിക്കൊരു കാര്യം നടത്താനുണ്ട്, നിൻ്റെ അമ്മ ഇപ്പം ആ അനന്തുവിൻ്റെ വീട്ടിലല്ലേ ജോലിക്ക് നിൽക്കണേ, അവിടെ ഒരു കുഞ്ഞുണ്ട്, അപ്പോൾ സാറേ ആ കുഞ്ഞിനെ നോക്കാനാണ് അമ്മ പോയേക്കണേ, കുഞ്ഞിൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, അത് തന്നെ പറഞ്ഞാൽ ഇത് പറ്റിയ അവസരം, നിനക്കാണെങ്കിൽ പൈസയ്ക്ക് ആവശ്യമുണ്ടല്ലോ, നീ ചോദിക്കണ പൈസ എത്രയാണെന്ന് വെച്ചാൽ അത്രയും പൈസ ഞാൻ തരും, ആ കുഞ്ഞിനെ അങ്ങോട്ട് തീർത്ത് കളയണം. അന്നേരം ഇയാൾ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് സാറേ, ചെറിയ ഒരു കുഞ്ഞിനെയൊക്കെ നമ്മൾ എങ്ങനെ കൊല്ലാനാ, അത് വലിയ പാപമല്ലേ എന്ന് ചോദിക്കുമ്പം പാപത്തിനല്ലേ നിനക്ക് ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞ്, നിൻ്റെ അമ്മ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിനക്ക് അവിടെ കയറി ചെല്ലാൻ എളുപ്പമുണ്ടല്ലോ,
അപ്പം നീ എങ്ങനെയെങ്കിലും ഈ കാര്യം എനിക്ക് നടത്തി തരണം, നീ ചോദിക്കണ പൈസ ഞാൻ തരുമെന്ന് പറയുമ്പം സാർ ഇത്രയും പൈസയൊക്കെ തരാമെന്ന് പറയുന്ന സ്ഥിതിക്ക് ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും സാർ എനിക്കിപ്പോൾ കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് താന്ന് പറഞ്ഞിട്ട് പ്രതാപൻ കുറച്ച് കാശ് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ആ പൈസ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധയായ ആ അമ്മേനെയാണ്. ആ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മയുടെ മനക്കണ്ണിൽ എന്തൊക്കെയോ തെളിഞ്ഞിട്ട് അമ്മ പതിയെ പുഞ്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ ഭഗവാന്റെ മുന്നിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മോൾക്ക് ഒരാപത്തും വരുത്തരുത്, ആ മോളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ആ മോൾക്ക് കൊടുക്കണേ ഭഗവാനെ. എന്തായാലും ഇനിയും അടുത്ത ആൾ ഇറങ്ങിയിട്ടുണ്ട് ആ മോളെ അപായപ്പെടുത്താൻ, അവർക്ക് ആ മോളെ തൊടാൻ പോലും പറ്റരുതെന്നും പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ ഇന്ന് പൈസയും വാങ്ങിക്കൊണ്ട് പോയ ആ വേലക്കാരിയുടെ മകനാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്നതും കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ലേഖ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. ഡോറ് തുറന്നിട്ട് ലേഖ ആരാന്ന് ചോദിക്കുമ്പം ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വന്നയാന്ന് പറയണം. അത് കേട്ടതും അമ്മയോ, നിങ്ങളുടെ അമ്മ എങ്ങനെ എവിടെയെന്ന് ചോദിക്കുമ്പം ഇവിടെ ജോലിക്ക് നിൽക്കണില്ലേ, ആ അമ്മയുടെ മോനാ ഞാനെന്ന് പറഞ്ഞത്. ലേഖ എന്നാൽ കയറി വാന്നും പറഞ്ഞ് അയാളെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഈ അമ്മ വരുമ്പോൾ ഈ അമ്മയോട് ഇയാൾ പറയുന്നുണ്ട്, എനിക്ക് അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറയുമ്പം അത് വേറെ ഒന്നുമല്ല അമ്മേ, എന്നെ ഒരാളിന്ന് കാണാൻ വന്നിരുന്നു, ഒരു പ്രതാപൻ. അയാൾ എനിക്ക് കുറച്ചധികം പൈസയും തന്നു. അയാൾ എന്തിനാടാ നിനക്ക് പൈസ തന്നേന്ന് ചോദിക്കുമ്പം ഇവിടെ ഒരു കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാന്ന് പറയണം. ആ സമയത്ത് ആ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ പറയണേ, ആ കുഞ്ഞിനെ കൊല്ലാനോ, അതൊരു കൊച്ചു കുഞ്ഞല്ലേടാ, അതിനെ എന്തിനാ നീ കൊല്ലണേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല അമ്മേ, ആ പ്രതാപൻ പറഞ്ഞിട്ടാ അയാൾക്ക് ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്, അയാളുടെ മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ കുഞ്ഞിനെ കൊല്ലണമെന്ന് അയാൾ പറഞ്ഞ് അതിനുവേണ്ടി അയാൾ എത്ര പണം ചോദിച്ചാലും തരും അമ്മേ, നമുക്ക് നഷ്ടമില്ലാത്ത കാര്യമല്ലേ, അമ്മ എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. ആ സമയത്ത് ആ വൃദ്ധ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാടാ പറയണേ, ഒരു വയസ്സ് പോലും പ്രായമാവാത്ത ചോര കുഞ്ഞിനെ കൊല്ലണ കാര്യമല്ലടാ നീ പറയണേ, അതിന് കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റൂല എന്ന്. അത് കേട്ടതും അയാൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കുഞ്ഞിനെ കൊല്ലാനൊന്നും ആർക്കും സാധിക്കില്ല, പക്ഷേ ഇവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.